ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ് കേട്ടോ. ഇത് ആക്ച്വലി ഒരു 1 വീക്ക് 2 വീക്ക് മുൻപ് പോയതായിരുന്നു. ഒരു മീഡിയയുടെ ഒരു അവാർഡ് ഫംഗ്ഷനിലോട്ട് ഒരു ആങ്കറിങ് ചെയ്യാൻ വേണ്ടിയിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരുങ്ങാണ്. അപ്പം എല്ലാം പെട്ടെന്നായിരുന്നു. അപ്പം തലേ ദിവസം ആണ് ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിറ്റേ ദിവസത്തേക്ക് കേരള സാരി എന്നാണ് ആദ്യം പറഞ്ഞിരുന്നത്. പിന്നെ പറഞ്ഞു വേറെ ഏതെങ്കിലും നോർമൽ സാരി ഏതെങ്കിലും ഉടുത്താൽ മതി എന്നുള്ളത്. അപ്പോൾ ശരി എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഈ മഞ്ഞ സാരിയാണ് ഉള്ളത്. ബ്ലൗസ് ഓക്കെ ആയിട്ടുള്ളത്. സാരികളുണ്ട് വേറെ, പക്ഷെ ബ്ലൗസ് ഒന്നും സെറ്റല്ല. അതുകൊണ്ട് ഞാൻ ഈ യെല്ലോ തന്നെ എടുത്തു. ഇത് എൻ്റെ ഇപ്പോഴത്തെയും ഫേവറേറ്റ് ആണ്. അതുകൊണ്ടും കൂടെയാണ് കേട്ടോ. നല്ല കളറാണ്. പിന്നെ കുറച്ചുകൂടെ എനിക്കിത് വിയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ നല്ലൊരു കോൺഫിഡൻസ് ഫീൽ ചെയ്യാറുണ്ട് എപ്പോഴും. അങ്ങനെ അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മുടെ സ്വന്തം ഫെയർ ആൻഡ് ലവ്ലി പ്ലസ് ബി ബി ലൈറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ക്രീമാണ്, BB ക്രീമാണ് കേട്ടോ. ഓൾ ഇൻ വൺ എന്ന് പറഞ്ഞിട്ട് എനിക്ക് കൊളാബറേഷൻ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. സാധാരണ കൊളാബറേഷനായിട്ട് വരുന്ന പ്രൊഡക്റ്റുകൾ ഞാനങ്ങനെ അത്ര ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ യൂസ് ചെയ്ത് നോക്കാം, മീൻസ് കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് വന്നിട്ട് എനിക്ക് യൂസ് ചെയ്തപ്പോൾ നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. സാധാരണ BB ക്രീമോ CC ക്രീമോ ഞാൻ യൂസ് ചെയ്യുന്ന സമയത്ത് എനിക്കത് തീരെ ബ്ലെൻഡായിട്ട് കിട്ടാറില്ല. പക്ഷെ ഇത് വന്നിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാനാണെങ്കിൽ നമുക്കങ്ങനെ വേറെ അങ്ങനെ എടുത്ത് കാണിക്കുന്നൊന്നുമില്ല. പിന്നെ അത് മാത്രമല്ല നല്ല രീതിയിലൊരു എന്താ പറയുക, മാറ്റ് ഫിനിഷെന്നോ അങ്ങനെ എന്താ പറയുക, ആ ഒരു രീതിയിൽ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു സംഭവം യൂസ് ചെയ്തപ്പോൾ. അപ്പോൾ അതാണ് ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും എൻ്റെ ഈ ഒരു ഭാഗത്തെ മിക്സ് ചെയ്ത് വരുമ്പോഴുള്ള ഒരു വ്യത്യാസം. അതായത് ഇതിൽ കാണുന്ന രീതിയിൽ അത്രയും പുട്ടിയടിച്ച ഒരു ഫീൽ ഉണ്ടാവില്ല കേട്ടോ. ഇതിലിപ്പോൾ മിക്സ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഭയങ്കര പുട്ടിയടിച്ച ഒരു ഫീല് എനിക്ക് ഇങ്ങനെ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ തോന്നുന്നു. പക്ഷെ അങ്ങനെ ഇല്ല, നമുക്ക് നാച്ചുറലായിട്ട്. ഇപ്പോൾ ഞാൻ ഫെയർ ആൻഡ് ലവ്ലി മാത്രമേ നോർമലി യൂസ് ചെയ്യാറുള്ളൂ. അതിൻ്റെ കൂടെ കുറച്ചും കൂടെ ഒരു ഫിനിഷിങ് എന്ന് പറയില്ലേ, അത്ര തന്നെ ആ ഒരു രീതിയിൽ കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പ്രൊഡക്റ്റ് വേണ്ടവരാണെങ്കിൽ ഡയറക്റ്റ് പർച്ചേസ് ചെയ്തോളൂ. ഞാനിതൊരു കൊളാബറേഷൻ്റെ ഒരു പ്രൊമോഷന് വേണ്ടി ചെയ്തതല്ല, എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ട കാരണം കൊണ്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം ഞാനത് വെച്ചിട്ട് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം പിന്നെ നോർമൽ വേറെ പ്രത്യേകിച്ച് ഇതിൽ വേറെ സ്ഥിരം ചെയ്യുന്നതിന് പുറമെ വേറെ ഒന്നും ഇല്ല കേട്ടോ. ഈ ഒരു BB ക്രീം അഡീഷണലി ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ സാധാരണ നോർമൽ ഐബ്രോ പെൻസിൽ വെച്ചിട്ട് ഐബ്രോ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വന്നിട്ട് ഫോക്സ് ടെയിലിൻ്റെ ഒരു ലിപ് ബാമാണ് യൂസ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മുടെ ഡാസ്ലറിൻ്റെ ഐലൈനർ യൂസ് ചെയ്തിട്ട് കണ്ണൊന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. താഴത്തെ പ്ലമ്മിൻ്റെ കാജലാണ് യൂസ് ചെയ്യുന്നത്. ഇതും എനിക്ക് കൊളാബറേഷൻ വന്നതായിരുന്നു കേട്ടോ. പിന്നെ ഇത് ഒരു പച്ചപ്പൊട്ട് മാച്ചിന് വേണ്ടി വെച്ച് കൊടുത്തു, പക്ഷെ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. അവസാനം ഞാൻ എൻ്റെ സ്ഥിരം ഐടെക്സിൻ്റെ ബ്ലാക്ക് പൊട്ടിലോട്ട് തന്നെ പോയി. പിന്നെ അതിനുശേഷം അതിൻ്റെ താഴെ ഒരു കുഞ്ഞ് കല്ലുപൊട്ടും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് ലിപ്സ്റ്റിക് ആണ്. ലിപ്സ്റ്റിക്ക് ഞാൻ 2 ഷെയ്ഡ് മിക്സ് ചെയ്തിട്ടുണ്ട്. ഒരെണ്ണം ഓറിഫ്ലെയിമിൻ്റെ ബുള്ളറ്റ് ലിപ്സ്റ്റിക് ആയിട്ടുള്ള ബ്രൈറ്റ് റെഡും, പിന്നെ ഒരെണ്ണം ഇൻസൈറ്റിൻ്റെ ജോയ്ഫുൾ എന്ന് പറഞ്ഞിട്ടുള്ള ലിക്വിഡ് ലിപ്സ്റ്റിക്കും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇടുന്നത്, എനിക്കൊരു റെഡ് ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ BB ക്രീമിൻ്റെ ആകെ ഒരു പോരായ്മ, അത് ഇട്ട് കഴിഞ്ഞ ശേഷം നന്നായിട്ട് വിയർക്കും, അത് മാത്രമാണ് കേട്ടോ. പക്ഷെ വിയർത്താലും ഇതൊന്നും ഇളക്കി പോരില്ല. അത് കാരണം കൊണ്ട് ആരും പേടിക്കണ്ട. അതിനുശേഷം ഞാൻ ഈ ഒരു ലിപ്സ്റ്റിക് കൊണ്ട് തന്നെ കുഞ്ഞതായിട്ട് ജസ്റ്റ് ഒരു ഐ ഷാഡോ മാത്രമേ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനിടയിൽ ഞാൻ മസ്കാര ഇട്ട് കൊടുത്തിരുന്നു കേട്ടോ. പിന്നെ മൂക്കുത്തി ചേഞ്ച് ചെയ്യാനാണ് ഇപ്പോൾ നോക്കുന്നത്. അപ്പം മൂക്കുത്തി മാറ്റി മാറ്റി വെച്ചാൽ എനിക്ക് ഇതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. പക്ഷേ ഇത് കുറച്ച് വലിപ്പം ഓവറല്ലേ എന്ന് തോന്നി ഞാൻ സാധാരണ ഒരു കുഞ്ഞ് നീളത്തിലുള്ള ഒരു മൂക്കുത്തി ഇട്ട് കൊടുത്തു. അതിനുശേഷം കമ്മൽ ഒരു ജിമിക്കാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്, ഇതിനെ കുറച്ചുകൂടെ മാച്ചായിട്ട് തോന്നിയത്. പിന്നെ വന്നിട്ട് ഒരു പച്ച മാല ഇട്ട് കൊടുക്കുന്നുണ്ട്, വള ഇടുന്നുണ്ട്, മുടിയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. മുടിയൊന്നും സെറ്റാക്കുന്നത് വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. പ്രത്യേകം എന്താ വെച്ച് കഴിഞ്ഞാൽ നേരം വൈകിട്ടുണ്ടായിരുന്നു ഇറങ്ങുമ്പോൾ. 2 മണിയാകുമ്പോൾ തന്നെ അവിടെ എത്താൻ പറഞ്ഞിട്ട് ഞാൻ അവിടെ 1 മണിക്ക് ഇറങ്ങിയിട്ടില്ല. ബസ്സിലാണ് പോകുന്നത്, സോ അത് കാരണം കൊണ്ടാണ് കേട്ടോ. പിന്നെ അത് മാത്രമല്ല തൃശ്ശൂർ പ്രസ് ക്ലബ്ബിൽ വെച്ചിട്ടായിരുന്നു ചടങ്ങുണ്ടായിരുന്നത്. എനിക്ക് അവിടെ ഒന്നും അറിയില്ല, സ്ഥലവും അറിയണ്ടായിരുന്നില്ല. അപ്പോൾ ചോദിച്ചിട്ടാണ് പോണത് കേട്ടോ. അപ്പം അങ്ങനെ വേഗം ഇതാണ് ഫൈനൽ ലുക്ക്. ഇഷ്ടപ്പെട്ടോ ഇല്ലെന്ന് കമൻറ്റ് ചെയ്യണേ. അതിനുശേഷം അവിടെ എത്തിയിട്ടുള്ള വീഡിയോ ആണ് ഈ കാണുന്നത് കേട്ടോ. അപ്പം കൊടുക്കാനുള്ള എന്താ പറയുക, അവാർഡുകളൊക്കെ നിരത്തി വെച്ചിരിക്കുകയാണ്. പൂക്കളും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഡീറ്റെയിൽഡ് ആയിട്ട് ബാക്കി പറയുന്നതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. എല്ലാം ചടപടിയിലായിരുന്നു. തിരിച്ച്
വീട്ടിലെത്തിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അത് എൻ്റെ മേക്കപ്പിന് യാതൊരുവിധ കോട്ടവും തട്ടിയിട്ടില്ല. വേറെ നമ്മൾ സെറ്റിംഗ് സ്പ്രേയോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഇത് സാരിയുടെ വീഡിയോ, അതായത് ഫുൾ സാരിയിൽ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ലല്ലോ. അമ്മയാണ് സാരി ഉടുപ്പിച്ച് തന്നിട്ടുണ്ടായിരുന്നത്. നല്ല നീറ്റായിട്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് സാരി ഉടുക്കൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്, പക്ഷെ അമ്മ അതിൽ പ്രൊഫഷണലാണ്. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഗെറ്റ് റെഡി വിത്ത് മീ. നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ.